this is Minisha here and welcome to Rectify English. So, കഴിഞ്ഞ ക്ലാസ്സസിൽ നമ്മൾ ടെൻസ് ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും നമ്മൾ ടെൻസ് ഓൺഗോയിങ് ആണ്. ബിക്കോസ് ടെൻസ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ചൊരു ഡിഫിക്കൽട്ടായിട്ടുള്ള കുറച്ച് വലിയൊരു പ്രോസസ്സാണ്. അപ്പോൾ നമുക്ക് ടെൻസിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് തന്നെ നിങ്ങൾ എല്ലാവരും നമ്മളുടെ വീഡിയോസ് കാണുക. വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പേഴ്സണലായിട്ട് പഠിക്കണോ, അതേപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഒന്നും കൂടി അടിപൊളിയാക്കണോ, ഇനി പേഴ്സണൽ മെൻറ്ററിങ് വേണോ, സ്പീക്കിങ്ങിന് കോൺഫിഡൻസ് വേണോ, ഇങ്ങനെയുള്ള ആളുകൾ എല്ലാവരെയും നമ്മൾ നേരെ തന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, സോ വൺസ് അഗൈൻ ഐ വെൽക്കം യു ടു റെക്ടിഫൈ ഇംഗ്ലീഷ്. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പ്രസൻറ്റ് ടെൻസ് ആണ്. പ്രസൻറ്റ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ചെയ്യുന്ന കാര്യങ്ങൾ, അതിനാണ് പ്രസൻറ്റ് ടെൻസ് എന്ന് പറയുക, അല്ലേ? അപ്പം ഇവിടെ നോക്കിക്കേ, നമ്മൾ ഫസ്റ്റ് ഓൾറെഡി സിമ്പിൾ പ്രസൻറ്റ് എന്താണ് എന്നും സിമ്പിൾ പ്രസൻറ്റ് എവിടേക്കാണ് യൂസ് ചെയ്യുക, എന്താണ് ഇതിൻ്റെ ഫോം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓൾറെഡി ക്ലാസ് പറഞ്ഞു. അപ്പം ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ് എന്ന് പറയുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പം ഇതിൽ നോക്കിക്കേ, ഫസ്റ്റ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ കണ്ടിന്യൂസ് എന്നുള്ള വേർഡ് നിങ്ങൾ കണ്ടില്ലേ, ഇത് തന്നെയാണ് ഇവിടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതായത് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഓൺ ഗോയിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ പറയില്ലേ, അതിനാണ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രസൻറ്റ് കണ്ടിന്യൂസ്, അതായത് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിനാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. ഈ കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, എന്തൊക്കെയാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്നുള്ളതൊക്കെ നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ, എന്താണ് പ്രസൻറ്റ് ടെൻസ് എന്നുള്ളതിൻ്റെ എക്സാമ്പിൾസ് ആണ് ബോർഡിൽ എഴുതിയിട്ടുള്ളത്. അപ്പം നമുക്ക് എക്സാമ്പിൾസ്. ഓക്കെ, അപ്പം ഫസ്റ്റ് നോക്കിക്കേ, ഐ എം സ്പീക്കിംഗ് നൗ. ഓക്കെ, നൗ, ഇപ്പോൾ. ഓക്കെ, ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ എം സ്പീക്കിംഗ് നൗ എന്ന് പറഞ്ഞാൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നോട്ട് ചെയ്യേണ്ടത് അയാമും ഐ എൻ ജിയും ആണ്. ഓക്കെ, അയാമും ഐ എൻ ജിയും ആണ് ഇവിടെ നോട്ട് ചെയ്യേണ്ടത്. ഇനി അതേപോലെ തന്നെ ഇവിടേക്ക് നോക്കിക്കേ, ഷീ ഈസ് സ്റ്റഡിയിങ്. അവള് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് സൂചിപ്പിക്കുന്നത് എന്താണ്? ഇവിടത്തെ പോലെ തന്നെ ഐ എൻ ജി ഫോമാണ്. പക്ഷെ ഇവിടെ എന്ത് ചേഞ്ച് വരുന്നുണ്ട്? ഷീയും ഈസും ചേഞ്ച് വരുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ താഴെ നോക്കിക്കേ, ദേ ആർ പ്ലേയിങ് ഫുട്ബോൾ. ഓക്കെ, പ്ലേയിങ് ഫുട്ബോൾ, അവർ ഫുട്ബോള് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അവർ ഫുട്ബോള് കളിച്ചുകൊണ്ടിരിക്കുകയാണ്, വിച്ച് മീൻസ് ഐ എൻ ജി ഫോം. ഐ എൻ ജിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ആര് വന്നിട്ടുണ്ട്? ആറ് വന്നിട്ടുണ്ട്, വിച്ച് മീൻസ് ദേ ആർ പ്ലേയിങ് ഫുട്ബോൾ. ഇനി ഈ ഈസ് വരാനുള്ള കാരണം എന്താ? ആയാമ വരാനുള്ള കാരണം എന്താ? ആറ് വരാനുള്ള കാരണം എന്താ? ഐ എൻ ജി ഫോംസ് ഒക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുക? ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. വിച്ച് മീൻസ് ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിലും, നിങ്ങൾ ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിലും, ഈ വരാൻ പോകുന്ന ഫോർമുല അല്ലെങ്കിൽ ഈ വരാൻ പോകുന്ന ഒരു ടോട്ടൽ സ്ട്രക്ചറാണ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത്. പ്രസൻറ്റ് ടെൻസിൻ്റെ സ്ട്രക്ചറാണ് നമ്മളുടെ ബോർഡിൽ നോക്കാൻ പോകുന്നത്. ഈ സ്ട്രക്ചർ നിങ്ങൾ പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉണ്ടാക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കേ, നമ്മൾ നേരത്തെ എക്സാമ്പിൾസിൽ ആയാമും ഷീയും ദേ ഒക്കെ യൂസ് ചെയ്തിരുന്നു. അപ്പം ഇവിടെ നമ്മളൊരു സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. ഐ എന്ന് വന്നു കഴിഞ്ഞാൽ, ഓക്കെ, ഐ എന്ന് വന്നു കഴിഞ്ഞാൽ പ്രസൻറ്റ് കണ്ടിന്യൂസിൽ അയാമാണ് വരിക. ഓക്കെ, ഐ ആം. ഓക്കെ, ഐ ആം പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി. ഓക്കെ, ഇത് എല്ലാത്തിലും ഈ വെർബ് പ്ലസ് ഐ എൻ ജി കോമൺ ആയിരിക്കും. പക്ഷെ ഇവിടെ ഐ വന്നു കഴിഞ്ഞാൽ ആം ആണ് വരിക. അപ്പം ഫസ്റ്റത്തെ എക്സാമ്പിൾ നോക്കിക്കേ, ഐ പ്ലസ് ആം ഈസ് ഈക്വൽ ടു ഐ ആം ഈറ്റിംഗ്. ഈറ്റിംഗ് എന്താ പറഞ്ഞാൽ, ഈറ്റ് എന്ന് പറയുന്നത് വേർബ് ആണ്, ഇതെന്ന് പറയുന്നത് ഐ എൻ ജി ഫോം ആണ്. ഓക്കെ, ഐ ആം ഈറ്റിംഗ്. ഹി ഷീ ഇറ്റ് ഇത് വന്ന സമയത്ത് എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് നോക്കിക്കേ,
he, she, it പ്ലസ് ഈസ് പ്ലസ് വേർബ് പ്ലസ് ing. അതായത് ഷീ എന്ന് പറയുന്നത് ഇവിടെ ഹി ഷീ ഇറ്റിലുള്ളതാണ്. ഷീ ഈസ് റീഡിങ്. ഇനി അതല്ല ഹി ഈസ് റീഡിങ് എന്ന് നമുക്ക് പറയാം. ഇറ്റ് ഈസ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇതിൽ ഏതാണെന്നുണ്ടെങ്കിലും ഈസ് ഫോമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈസ് പ്ലസ് ing വന്നാൽ മാത്രമാണ് അത് എന്താവുന്നുള്ളൂ, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആവുന്നുള്ളൂ. ഓക്കെ, ഇനി ഇത് നോക്കിക്കേ, യു പ്ലസ് വി അല്ലെങ്കിൽ യുവും വിയും ദേയും, യു പ്ലസ് വി അല്ല സോറി, യു വി ദേ, ഈ 3 ഫോംസും വന്നു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ആറാണ്. ഓക്കെ, ആർ പ്ലസ് വേർബ് പ്ലസ് ing. ഓക്കെ, അപ്പം ഇതിൽ നോക്കാം, യു വി ദേ പ്ലസ് ആർ പ്ലസ് വേർബ് പ്ലസ് ing. ദേ ആർ പ്ലേ. പ്ലേ എന്ന് പറയുന്നത് എന്താണ്, വേർബാണ്, പ്ലസ് ing. അപ്പം ing ഫോം വന്നപ്പം ഇതെന്തായി മാറി, കണ്ടിന്യൂസ് ടെൻസ് ആയിട്ട് മാറി. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഐ വന്നാൽ ആം യൂസ് ചെയ്യും, ഹി ഷീ ഇറ്റ് ഇത് 3ഉം വന്നു കഴിഞ്ഞാൽ ഈസി യൂസ് ചെയ്യും, യു വി ദേ വന്നു കഴിഞ്ഞാൽ ആർ യൂസ് ചെയ്യും. ഓക്കെ, അപ്പം ഇതിൽ എല്ലാം എന്ത് കോമൺ ആയിരിക്കും, വെർബ് പ്ലസ് ing എന്നുള്ളത് കോമൺ ആയിരിക്കും. ഇതാണ് ഫോം വരുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ സ്ട്രക്ചർ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ബാക്ക് അടിച്ചിട്ട് ഒന്നും കൂടെ ഈ ഒരു സ്ട്രക്ചർ മാത്രം ഒന്ന് കാണാം കേട്ടോ. കുറച്ചൊരു കൺഫ്യൂസിങ് ആയിരിക്കും പഠിക്കുന്ന സമയത്ത് മാത്രം. പഠിച്ചു കഴിഞ്ഞ് യൂസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമ്മൾ തന്നെ അറിയാതെ നമുക്ക് ഓൾറെഡി ഇത് വരും. ഓക്കെ, അപ്പം അതിൽ ടെൻഷൻ ആവണ്ട, പഠിക്കുന്ന സമയത്തൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. ഇനി ഇതിൽ കുറച്ച് നെഗറ്റീവ് ഫോംസും ക്വസ്റ്റ്യനിങ് ഫോംസ് ഒക്കെ ഉണ്ട്. അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. പോസിറ്റീവും നെഗറ്റീവും സെന്റൻസ് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. നേരത്തെ പഠിച്ചിട്ടുള്ള ഫോം തന്നെയാണ് പോസിറ്റീവ് സെന്റൻസിൽ വരുന്നത്, വേറെ വ്യത്യാസങ്ങൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പം ഒരു എക്സാമ്പിൾ, അതായത് സബ്ജക്റ്റ് പ്ലസ് ഐ ആം ഓർ ഈസ് ഓർ ആർ, അതായത് ഇത് ഡിപ്പെൻഡ് അപ്പോൺ ഐ വരികയാണെങ്കിൽ ആം, ഹി ഷീ ഇറ്റ് വരികയാണെങ്കിൽ ഈസ്, യു ദേവി ഒക്കെ വരികയാണെങ്കിൽ ആർ, നമ്മൾ പഠിച്ചതുപോലെ തന്നെ, പ്ലസ് വേർബ് പ്ലസ് ing. ഇത് നോർമലി നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെയാണ് പോസിറ്റീവ് സെന്റൻസ് വരുന്നത്. എക്സാമ്പിൾസ് വെച്ച് കാണിച്ചു തരാം. ഇവിടെ പോസിറ്റീവ് സെന്റൻസും കൂടെ പറയുന്നത് നെഗറ്റീവ് സെന്റൻസുകൾ വേഗം തന്നെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കിക്കേ, ഐ ആം ലേണിംഗ് ഇംഗ്ലീഷ്. ഓക്കെ, ഇതാണ് ഒരു എക്സാമ്പിൾ വരുന്നത്. അപ്പം ഇതിൽ നോക്കിക്കേ, ഐ എന്നുള്ളത് എന്താണ്, സബ്ജക്റ്റ് ആണ്. ഐ എന്നുള്ളത് എന്താണ്, സബ്ജക്റ്റ് ആണ്. ഐ ആം, ആം എന്നുള്ളത് എന്താണ്, ആമിൽ വരുന്നതാണ്. ഓക്കെ, അതായത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഇതിൽ വരുന്നതാണ്. ലേൺ, ലേൺ എന്നുള്ളത് എന്താണ്, വേർബാണ്. ing എന്നുള്ളത് ഇതാ ഇവിടെ. അപ്പം ഇതിൽ എല്ലാ ഫോമും വന്നു അല്ലേ. ഐ സബ്ജക്റ്റ് ആണ്, ആം പ്ലസ് വേർബ് പ്ലസ് ing. ഓക്കെ, ഇതാണ് ഒരു സെന്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു വേറെ എക്സാമ്പിൾ, ഒരു ഈസ് വെച്ചിട്ട് ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. ഷീ ഈസ് ഡാൻസിങ്. ഓക്കെ, ഇത് നോക്കിക്കേ, ഷീ എന്ന് പറയുന്നത് എന്താണ്, സബ്ജക്റ്റ് ആണ്. ഷീ വന്നു കഴിഞ്ഞാൽ എന്തായിരുന്നു വരിക, ഈസ് ആണ് വരിക. അതേപോലെ തന്നെ ഡാൻസ് എന്ന് പറയുന്നത് എന്താണ്, ഡാൻസ് എന്ന് പറയുന്നത് വേർബാണ്. ഇവിടെ ing ഫോമും കൂടെ കൊടുത്തിട്ടുണ്ട്. സോ ഷീ ഈസ് ഡാൻസിങ്. ഓക്കെ, ഇനി 6 വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് കോമന്റ് ബോക്സിൽ ഇടാം. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ ഡയറക്റ്റ് നെഗറ്റീവ് ഫോം ഒന്ന് നോക്കിയാലോ. നെഗറ്റീവ്, അതായത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ നെഗറ്റീവ് ഫോം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. അതായത് നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ സബ്ജക്റ്റ് പ്ലസ് ആം, ഈസ് ഓർ ആർ പ്ലസ് നോട്ട്. ഇതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നോട്ട് എന്നുള്ള ഒരു വേർഡും കൂടെ എന്ത് വരുന്നുണ്ട്, ഇവിടെ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. അപ്പം നമ്മൾക്ക് എക്സാമ്പിൾസ് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ. ഐ ആം, ഓക്കെ, സബ്ജക്റ്റ് എന്തായിരുന്നു, ഐ പ്ലസ് ആം പ്ലസ് നോട്ട്. ഓക്കെ, ഇവിടെ നോട്ട് വന്നു. നോട്ട് പ്ലസ് വേർബ്
പ്ലസ് ING. ഐ ആം നോട്ട് ലേണിംഗ്. ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ല. നമ്മൾ നെഗറ്റീവായിട്ട് പറയില്ല. ഇപ്പം ആരെങ്കിലും ഐ യു ലേണിംഗ് ഇംഗ്ലീഷ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ റിപ്ലൈ കൊടുക്കില്ല, ഐ എം നോട്ട് ലേണിംഗ് ഇംഗ്ലീഷ്. ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ല, ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയല്ല എന്ന് നമ്മൾ പറയുന്നത് പോലെ. ഇനി അതേപോലെ തന്നെ ഇതിൻ്റെ എക്സാമ്പിൾ നോക്കിക്കേ. ഷീ സബ്ജക്റ്റ് ആണ്. ഷീ വന്നു കഴിഞ്ഞാൽ ഏതാ വരിക? ഈസ്. ഓക്കെ, ഈസ് പ്ലസ് നോട്ട്. ഓക്കെ, ഇവിടെയും നമ്മൾ നോട്ട് യൂസ് ചെയ്തു. പ്ലസ് ഡാൻസ് എന്നുള്ളത് എന്താണ്? വെർബാണ്. പ്ലസ് ING ഡാൻസിങ്. ഷീ ഈസ് നോട്ട് ഡാൻസിങ്. അപ്പം ഇതിലും 6ന്റെ എക്സാമ്പിൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? കോമൻറ്റ് ബോക്സിൽ ഇടുക. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻ ടാഗുകളാണ്. അതായത് നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കിയാലോ. നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക്, അതായത് പ്രസൻറ്റ് ടെൻസിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് 2 രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് മെയിനായിട്ട് വരുന്നത്. ഓക്കെ, ഒന്ന് നോർമലായിട്ട് നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും 2 WH യൂസ് ചെയ്തിട്ട് നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും. അപ്പോൾ ഞാൻ എക്സാമ്പിൾസ് പറയുന്ന സമയത്ത് ഓക്കെ, ക്വസ്റ്റ്യൻസിൽ ഇവിടെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ആം, ഈസ്, ആർ ഈ 3 യൂസ് ചെയ്തിട്ട് തുടങ്ങാം. സ്റ്റാർട്ടിങ്ങിൽ എന്താണ്? ഇതാണ് കേട്ടോ ഫോർമാറ്റ് പഠിച്ചു വെക്കണം. ആം, ഈസ്, ആർ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ING. അതായത് ഇതിൽ വരുന്നൊരു ചേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സബ്ജക്റ്റ് മുന്നിലായിരുന്നു ഉണ്ടായിരുന്നത്, പക്ഷേ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഈ ആം, ഈസ്, ആർ എന്നുള്ളതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് സബ്ജക്റ്റിന് എങ്ങോട്ടിടും? സെക്കൻഡിലേക്ക് ഇടും. അപ്പം ഇവിടെ നോക്കിക്കേ, ആർ പ്ലസ് സബ്ജക്റ്റ് യു. ഓക്കെ, യു പ്ലസ് വെർബ് സ്റ്റഡി പ്ലസ് ING. അപ്പം സ്റ്റഡിയിങ്. ആർ യു സ്റ്റഡിയിങ്? നീ പഠിക്കുകയാണോ? ഓക്കെ, അതേപോലെ തന്നെ സെക്കൻഡ് വൺ നോക്കിക്കേ, ഈസ് ഹി. ഓക്കെ, ഹി എന്ന് പറയുന്നത് എന്താണ്? സബ്ജക്റ്റ് ആണ്. വർക്ക് എന്ന് പറയുന്നത് എന്താണ്? വെർബാണ്. പ്ലസ് ING. ഈസ് ഹി വർക്കിംഗ്? അവൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ്റെ ഫോം എന്ന് പറയുന്നത്. ഇനി WH ക്വസ്റ്റ്യൻസിലേക്ക് നോക്കുന്ന സമയത്ത് നോക്കിക്കേ, WH ഇതേപോലെ തന്നെ, പക്ഷേ ഈ WH വേർഡാണ് ഫസ്റ്റായിട്ട് വരിക. ഓക്കെ, ഈസ്, ആം, ആർ ഈ 3 മുമ്പ് എന്താണ് വരിക? WH വേർഡാണ് വരിക. അതായത് WH വേർഡ് പ്ലസ് ആം, ഈസ്, ആർ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ING. ഇത് കുറേ കേൾക്കുമ്പോൾ ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ട് തോന്നുന്നുണ്ടാവും, പക്ഷേ ഇത് സിമ്പിളാണ്. ജസ്റ്റ് ഒന്ന് നല്ല പോലെ ഇരുന്ന് ഒന്ന് ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ വേഗം തന്നെ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഇപ്പം എക്സാമ്പിൾസിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് വരുന്നുണ്ടല്ലോ. നോക്കിക്കേ, വാട്ട് ആർ ദേ ഡൂയിങ്? ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതേപോലെ തന്നെ വൈ ഈസ് ഷീ ക്രൈയിങ്? അവൾ എന്തിനാണ് കരയുന്നത്? അപ്പോൾ നമ്മൾ മലയാളത്തിൽ ഇത് ചോദിക്കുന്നത് സെയിം ആയിട്ട് തന്നെ ഇംഗ്ലീഷിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഈ WH ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമുക്ക് എന്തായിട്ട് മാറും? WH ഫസ്റ്റ് വന്നിട്ട് ആറോ അല്ലെങ്കിൽ ഈസോ ആമോ വന്നിട്ട് പിന്നെ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് INGയിലേക്ക് പോകും. ഇത്രയാണ് എന്തിൽ പഠിക്കാനുള്ളത്? ക്വസ്റ്റ്യൻ ടാഗിൽ നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പഠിക്കാനുള്ളത്. ഇവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഈ ആറോ ഈസോ ആമോ ഈ 3 വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതെന്തായിരിക്കും? ING ഫോം ആയിരിക്കും. വേർബിൽ നിങ്ങൾ എന്ത് കൂട്ടണം? ING ഫോം കൂട്ടണം. ഓക്കെ, നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഓൾമോസ്റ്റ് ഫിനിഷിങ് സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്ത് ചില ആളുകൾ നമ്മളോട് ഇടയ്ക്ക് പറയാറില്ല, ഇംഗ്ലീഷ് ഒരു വൃത്തികെട്ട ഭാഷയാണ്, ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റാത്ത ഭാഷയാണ്. അത് എന്തുകൊണ്ടാണെന്നാണ് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പഠിച്ച ഫോംസ് ഒന്നും, അതായത് നമ്മൾ ഈ പഠിച്ചിട്ടുള്ള സ്ട്രക്ചർ ഒന്നും യൂസ് ചെയ്യാണ്ട് ചില വേർഡ്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യും. അതായത് എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അതായത് ഇവിടെ നോക്കിക്കേ, ഈ വേർഡ്സ് ഒക്കെ നോക്കിക്കേ, ഈ വേർഡ്സ് നമ്മളിപ്പോൾ പ്രസൻറ്റിൽ നമ്മൾ പറയുകയാണ്. അപ്പോൾ ബിലീവ്, നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താ? അറിയാം എന്നുള്ള അർത്ഥമാണ്. അപ്പം നമ്മൾ ഈ വേർഡ്സ് ഒക്കെ നമ്മൾ കണ്ടിന്യൂസ് ടെൻസിൽ പറയുന്ന സമയത്ത് ഐ നോയിങ്,
ഇത് തികച്ചും തെറ്റാണ്. ഐ നോ, ഇത് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. അതായത് കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ പോലും ing ഫോം യൂസ് ചെയ്യാത്ത വേർഡ്സും വരുന്നുണ്ട്. അതിലുള്ള ചില വേർഡ്സ് ആണ് ഇതെന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് തന്നെ ഡൗട്ട് ഉണ്ടാവും, ഇതിൽ യൂസ് ചെയ്യുന്നില്ലല്ലോ, അതിൽ യൂസ് ചെയ്യുന്നില്ലല്ലോ. അത് ഇൻ റെയർ കേസസ്, ഓക്കെ, റെയർ കേസസിൽ നോർമലി ഇങ്ങനത്തെ വേർഡ്സും വരാറുണ്ട്. ഐ ബിലീവിങ്, ഓക്കെ, ഇതൊക്കെ കോമൺലി വരുന്ന മിസ്റ്റേക്കുകളാണ് കേട്ടോ. ഐ ബിലീവിങ് എന്നുള്ളത് തെറ്റാണ്. ഐ എത്ര ഇനി കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വിശ്വസിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും ഈ ing ഫോം അങ്ങോട്ടോ മാറ്റിയിട്ട് ബിലീവ് തന്നെ നമ്മൾ എവിടെയാണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യുള്ളൂ, യൂസ് ചെയ്യുള്ളൂ. ഇനി ഐ ലവിങ്, ഓക്കെ, ഞാൻ അവനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഐ ലവിങ് ഹിം എന്ന് പറയൂല, ഐ ലവ് ഹിം എന്ന് മാത്രമേ പറയുള്ളൂ. ഐ ലൈക്ക് ഹിം, ഐ ലൈക്ക് ദാറ്റ് ഫുഡ്, ഐ ലൈക്ക് ദിസ് ഫുഡ്, ഇങ്ങനെ മാത്രമേ നമ്മൾ പറയുള്ളൂ. ഓക്കെ, അപ്പം ഇതാണ് എന്തിൽ ശ്രദ്ധിക്കേണ്ടത്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ശ്രദ്ധിക്കേണ്ടത്. അതായത് ing ഫോം യൂസ് ചെയ്യാണ്ട് നമ്മൾ വേർഡ്സ് പറയും, പക്ഷെ അത് വളരെ റെയർ കേസസിൽ മാത്രമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം ഏകദേശം നമ്മൾ പ്രസൻറ്റ് ടെൻസിൻ്റെ കംപ്ലീറ്റ് പാർട്ടും നമ്മൾ ഓൾറെഡി ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാട്, ഇപ്പം നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ഇപ്പം നിങ്ങൾ റെഫർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ക്ലാസ്സസ് ഒക്കെ കാണുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ വരും, അല്ലെങ്കിൽ നമ്മൾ കവർ ചെയ്യാൻ വിട്ടുപോയിട്ടുള്ള ടോപ്പിക്സോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഇതിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ഡൗൺ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, മുമ്പത്തെ ക്ലാസ്സസ് ഒക്കെ കാണുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. സോ ഐ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. സോ ബൈ ഫോർ ടുഡേ ആൻഡ് വിൽ ബി കമ്മിങ് വിത്ത് അനദർ വീഡിയോ. താങ്ക് യു.